ഇന്ന് തിരൂർ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു മത്സരം സത്യത്തിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് പോലെ ആയിട്ടുണ്ട്. നമുക്കറിയാലോ, ഇന്ത്യ പാകിസ്ഥാൻ 2020 മാച്ച് നടക്കുമ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ മറ്റുള്ള മാച്ച് വൺ ഡേ മാച്ചൊക്കെ നടക്കുമ്പോൾ വലിയ ആരവമാണ്. അതേപോലെ തന്നെയാണ് ഈ മാച്ച് നടക്കുന്നത്. തീർച്ചയായും സ്വാഭാവികമായി ഇത്തവണ തിരൂർ എന്നുള്ളത് എൻ്റെ ഹോം ഗ്രൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ മുന്നേറാൻ കഴിയും. വിജയിക്കും. തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടോ? തീർച്ചയായും അത് തന്നെയാണല്ലോ എൻ്റെ അർത്ഥം. നമ്മൾ പറയുന്നത് യുവാക്കളാണ്. അപ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ചാണ് യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഹരമുള്ള കാര്യം. അത് നടക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ആ ആരവം പോലെ. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ഡൽഹി പോയാലും ബോംബെ പോയാലും ഇവിടെ തന്നെ കോഴിക്കോട് പോയാലും എറണാകുളത്തൊക്കെ പോയാലും നമ്മുടെ നാട്ടിലും ആ ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുന്ന ആരവം പോലെയാണ്. എല്ലാ ഭാഗങ്ങളിലും പരസ്യവാഹനങ്ങൾ, ആളുകൾ പരസ്പരം ചർച്ച ചെയ്യുന്നു, ബെറ്റുകൾ വെക്കുന്നു, ഇതെല്ലാം നടക്കുന്നു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ വേറെന്താ പറയാൻ? അത് പ്രത്യേകം പറയണം. നിങ്ങൾ നോക്കൂ, ഇവിടെ പ്രചാരണത്തിൽ നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അങ്ങ് ചോദിച്ചല്ലോ, എന്തെല്ലാം അനാവശ്യമായുള്ള കാര്യങ്ങൾ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകാം. അതിനെന്താ മറുപടി പറയാനുള്ളത്? ഞങ്ങൾ ആരെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വാഹനങ്ങളിൽ നിന്നോ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ ഇങ്ങനത്തെ വ്യത്യാഹത്യ നടത്തുന്ന ഏതെങ്കിലും പരാമർശങ്ങൾ ഉണ്ടായിരിക്കാം. ഈ പറയുന്നതിന് അടിസ്ഥാനം എന്താ? ഇവർ ഈ പറഞ്ഞു നടക്കുന്ന ഒരു അടിസ്ഥാനമില്ല. കളവ് പ്രചരിപ്പിക്കുകയല്ലേ, അനാവശ്യമായ കളവുകൾ നടന്ന് പറയാം. ആ അനൗൺസ്മെൻറ്റ് ഞാൻ കേട്ടു. അതിൽ ഏതെങ്കിലും സത്യസന്ധമായ ഒരു കാര്യം പോലുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. തിരൂർ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിൻ്റെ പ്രചരണത്തിൽ ആശയപരമായിട്ടോ അല്ലെങ്കിൽ ഈ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പോലും പരാമർശിക്കുന്നില്ല. തിരൂരിൽ നിന്നും അല്ലെങ്കിൽ താനൂരിൽ നിന്നും വന്നു നോക്കൂ. താനൂരിൽ നിന്ന് തിരൂരിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സുരക്ഷിതമായ മണ്ഡലം. എൻ്റെ സ്വന്തം കോട്ടിലേക്ക് ഞാൻ വന്നുള്ളൂ, എൻ്റെ മണ്ഡലത്തിലേക്ക്, എൻ്റെ തട്ടകത്തിലേക്ക് ഞാൻ വന്നുള്ളൂ, എൻ്റെ നാട്ടിലേക്കാണ് ഞാൻ വന്നത്. അവിടെ കുഞ്ഞാലിക്കുട്ടി ഓടിയിട്ടുള്ളത് സുരക്ഷിത മണ്ഡലം തേടി മലപ്പുറത്തേക്ക് ഓടിയിട്ടുണ്ട്. അത് വസ്തുതയല്ലേ? ഇവിടെ ഇപ്പോൾ KM ഷാജി അഴീക്കോടൊന്ന് ഓടിയെത്തിയത് വേങ്ങറിലാണ്, സുരക്ഷിത മണ്ഡലം തേടിയാണ്. അപ്പോൾ ഇതെല്ലാം അവിടെ നിൽക്കെ ഇവിടെ പരാജയ ഭീതി നല്ല രീതിയിൽ അവരെ പിടിപെട്ടിട്ടുണ്ട്. എന്ത് വൃത്തികേടും പറയാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇതെല്ലാം കേൾക്കുന്ന ജനങ്ങൾ കൃത്യമായിട്ടറിയാം, ഇതിലൊരു കാര്യവുമില്ല. ഇവരെല്ലാ കാലത്തും ഇങ്ങനെയാണ്. അവരുടെ സംസ്കാരം അതാണെന്ന് ഇപ്പോൾ പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടുണ്ട്. ആ സംസ്കാരം നിലനിർത്തി പോയാൽ അധിക കാലമൊന്നും ആ പാർട്ടി നിലനിൽക്കാൻ പോകുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.